നമുക്ക് രണ്ടുപേരെ ഒരുമിച്ച് വിളിക്കാം. മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒരു പേരൊളിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് നിങ്ങളുടെ കരഘോഷങ്ങളുടെ അകമ്പടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയങ്കരനായ ആ പ്രതിഭകളെ, ഫർസാനയെയും ചിദംബരത്തെയും. അശ്വമേധത്തിൻ്റെ 4 നൂറ്റാണ്ടിൻ്റെ ആഘോഷരാത്രിയിലേക്ക് മലയാളിയുടെ ചലച്ചിത്ര കാഴ്ചകളിലെ പുത്തനാഘോഷത്തിൻ്റെ ഉത്തരവാദികൾക്ക് സ്വാഗതം. ഇവരോട് എന്താ പറയാനുള്ളത് ഫർസാന? സത്യം പറയട്ടെ, ഞാൻ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു വന്നത്. സാറിന് കൂടി ഇരുന്ന് ഇത് കളിക്കാം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആക്ച്വലി ഭയങ്കര നെർവസ് ആണ്. ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, പക്ഷെ എല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ്, പഠിച്ച പേര് വല്ലതും എഴുതി കൊടുത്തോ അവിടെ? കൊടുത്തു. ചിദംബരം ആരാണ്? ഫർസാനയാണോ കളിക്കുന്നത്? ഫർസാനയാണ് കളിക്കുന്നത്. ചിദംബരം അണിയറയിൽ മെന്റർ അല്ല, ഞാനിങ്ങനെ കളി വീക്ഷിക്കാൻ. എനിക്ക് ബേസിൽ ജയിക്കുന്ന എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുണ്ട്. അതും കൂടെ പോയതോടെ ഒരു പ്രതീക്ഷയില്ല. ശ്രീ RS പ്രദീപൻ, ശ്രീ ജോ ആന്റണി, ഫർസാനയും ചിദംബരവും മനസ്സിലോർത്ത പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് നമുക്കേറെ സ്നേഹമുള്ള, നമ്മുടെ മനസ്സിന് അത്രമേൽ എമ്പത്തറ്റിക്കൽ, അത്രമേൽ ആത്മബന്ധം അനുഭവപ്പെടുന്ന ഈ കലാകാരൻ്റെ കൂട്ടായ്മയെ സ്വാഗതം ചെയ്യാം. ടീം ബാലൻ സ്വാഗതം. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. ഫർസാനയാണോ ഉത്തരം പറയുന്നത്? അതെ. തിരിഞ്ഞു പോകുന്നു. ഫർസാന മുഖത്ത് നോക്കാത്തത് കൊണ്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ്. ഫർസാന വിചാരിച്ച വ്യക്തി GCC രാജ്യങ്ങളിൽ നിന്നാണോ, ഗൾഫ് നാടുകളിൽ നിന്നാണോ? അല്ല. ബേസിൽ ചെയ്ത പണിയാണത്. കാര്യം എന്താ അറിയോ, ബേസിൽ പത്രം ഇന്നത്തെ വാർത്ത എടുത്തോണ്ടേ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മ വിട്ടുപോയ ഒരാഴ്ചയാകുന്നേ ഉള്ളൂ, ഷേഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുണ്ട്, ഖത്തറിൻ്റെ ഭരണാധികാരി. എത്രയോ ഖത്തറിൽ ജീവിച്ച പ്രവാസികളുടെ, മലയാളി പ്രവാസികളുടെ വീടുകളിൽ അടുപ്പെരിയുന്നതിന് കാരണക്കാരനായ ഖത്തറിൻ്റെ ആ സുൽത്താൻ ഷേഖ് ഹമദ് ആണോ എന്നറിയാനൊരു തോന്നി. വാർത്ത മുഴുവൻ ഈ ദിവസങ്ങളിൽ ഷേഖ് ഹമദിൻ്റെ അന്ത്യ നിമിഷങ്ങളെക്കുറിച്ചാണ്. അല്ല, ശരി, ഒരു ചോദ്യം പോയി. ഇന്ത്യൻ? മലയാളി? അതെ. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 2000-ന് ശേഷം മരണം? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അല്ല. പെർഫോമിംഗ് ആർട്ട്? അതെ. നൃത്തമോ സംഗീതമാണോ പ്രധാനം? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. ആയിരത്തി 1980-ന് ശേഷം മരണം? അതെ. 1980-നും 2000-നും ഇടയിൽ മരിച്ചു എന്നാണ് പറഞ്ഞത്. മലയാളിയാണ്, അതെ. കലയാണ്. ഫർസാന പറയുന്നതൊക്കെ ശരിയാണല്ലോ അല്ലേ ചിദംബരം? ശരിയാവാൻ സാധ്യതയുണ്ട്. സിനിമ? അതെ. രണ്ടായിരത്തിന് ശേഷമാണ് മരിച്ചത്? 2000-ന് മുന്നേ. 2000-ന് മുമ്പാണ് മരിച്ചത്. സുകുമാരി അമ്മയെ പോലെ അതിനുശേഷം മരിച്ചവരൊന്നുമല്ല. 2000-ന് മുമ്പ്, 80-ന് ശേഷം മരിച്ചു. 2000-ന് മുമ്പ് സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. അവരുടെ പ്രധാനമായും നായിക ആയി തന്നെയാണോ, നായിക പ്രാധാന്യത്തിൽ തന്നെയാണോ അഭിനയിച്ചത്?
അതെ അതെ. സാർ, ഞാൻ ഉദ്ദേശിച്ച ചോദ്യം വ്യക്തമാക്കാം. ഇപ്പോൾ സാക്ഷാൽ പൊന്നമ്മ ചേച്ചി, കവിയൂർ പൊന്നമ്മ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രധാനമായും അവർ അമ്മ വേഷത്തിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എന്നതുപോലെ ഫർസാന മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പ്രധാനമായി അഭിനയിച്ചത് നായികയായി തന്നെയാണ്. അതെ അതെ ആണ്. അതെ. മരിച്ചപ്പോൾ അവർ അമ്മ വേഷമാണോ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല. 100-ൽ പരം സിനിമകളിൽ അഭിനയിച്ചോ? ഇല്ല. ഇല്ല. 16 ചോദ്യങ്ങൾ. രാജസൂയം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടക സമിതിയിൽ നിന്നാണോ അഭിനയ രംഗത്തേക്ക് അവർ നിരവധി നാടകങ്ങളിലെ മികവിൽ നിന്നും അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു ആർട്ടിസ്റ്റാണോ? അല്ല അല്ല അല്ല. അല്ല. തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അതെ ആണ്. അതെ അതെ. തിരുവനന്തപുരം ജില്ല. അതെ. ഞാൻ എത്തിച്ചേരുന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരമാണ് ഫർസാന മനസ്സിൽ കരുതിയത്. എനിക്ക് ഇപ്പോൾ 10% പോലും ഉറപ്പില്ല. പക്ഷെ അതാണ് ഫർസാന കരുതിയത് എങ്കിൽ ഞാൻ ഫർസാനയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേറെയും സമ്മാനം തരും. ഇങ്ങനെയാണെങ്കിൽ, അതാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചില്ലേ എന്നുള്ളതല്ല, അതാണ് ഫർസാന വിചാരിച്ചത് എങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഫർസാനയുടെ ആ ചിന്തയ്ക്ക് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ തരും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നോക്കട്ടെ. എൻ്റെ മനസ്സിലൊരു സംശയം. ഫർസാന, 19ാമത്തെ ചോദ്യം. 10 സിനിമയിൽ കൂടുതൽ അഭിനയിച്ചോ? ഇല്ല. ഫർസാന, എൻ്റെ 20ാമത്തെ ചോദ്യം. ഒരു സിനിമയിൽ കൂടുതൽ അഭിനയിച്ചോ? ഇല്ല. എണീറ്റോ. ഫർസാന, എൻ്റെ 21ാമത്തെ ചോദ്യം. ഈ പ്രോഗ്രാം നടക്കുന്ന ഈ നിശാഗന്ധി ഉണ്ടല്ലോ, അലങ്കരിക്കപ്പെട്ട ഈ കമാനം പറയുമ്പോൾ ഒരു കോരിത്തെരിപ്പുണ്ട്. ഈ നിശാഗന്ധിയിൽ നിന്നൊരു പെൽറ്റിംഗ് ഡിസ്റ്റൻസിൽ ഒന്ന് ഓടിയെത്താവുന്ന, അല്ലെങ്കിൽ ഒരു വലിയ കല്ല് നീട്ടി ആരോഗ്യമുള്ള ഒരാൾ അറിയാവുന്ന ദൂരത്തിൽ പണ്ടിവിടെ ഉണ്ടായിരുന്ന ജാതി ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മനുഷ്യരാൽ ആക്രമിക്കപ്പെട്ട ക്യാപിറ്റോൾ തിയേറ്ററിൽ നിന്നും ഒരു രാത്രിയിൽ നിലവിളിച്ചിറങ്ങിയോടി ഒരു പാണ്ടിലോറിയിൽ അഭയം കണ്ടെത്തി അന്യദേശത്ത് പോയി അനാഥയായി ചരിത്രത്തിൽ നിന്ന് മാച്ചുകളയപ്പെട്ട മലയാള സിനിമയുടെ ആദ്യ നായിക PK റോസിയാണോ മനസ്സിൽ? ആണോ? അതെ. ആണ്. അതെ. ബാലനിൽ അഭിനയിച്ച ഫർസാന PK റോസിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങൾക്കും അപ്പുറത്ത് ഈ നഗരം മരിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിലെ പോസിറ്റീവായ പുരോഗമനപരമായ മനുഷ്യചിന്തകളൊന്നും എന്നതിൻ്റെ പ്രതീകമായി പ്ലീസ് ഗിവ് ഹർ എ സ്റ്റാൻഡിംഗ് ഒവേഷൻ ഫോർ ദാറ്റ് തോട്ട്. ആ പ്രസീതയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷം വന്നു അല്ലേ? ഫർസാനയുടെ ആ തെരഞ്ഞെടുപ്പ് ചിദംബരം കൂടി സഹായിച്ചതാണോ അതോ ഫർസാനയുടെ തന്നെ തീരുമാനമാണ്? ഫർസാനയുടെ തീരുമാനമാണ്. ബട്ട് ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഗസ്റ്റർ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. PK റോസി, JC ഡാനിയലിൻ്റെ ആദ്യത്തെ സിനിമയിൽ PK റോസി നായികയായി അഭിനയിച്ചപ്പോൾ ആ സിനിമ കാണാൻ വന്ന വലിയ സവർണ പ്രമാണികൾ സിനിമ കണ്ടുകൊണ്ടിരുന്നിരിക്കെ PK റോസി എന്ന അധകൃത സമുദായത്തിലുള്ള സ്ത്രീയാണോ സവർണ ഹിന്ദുവായി അഭിനയിച്ചത് എന്ന കാരണം കൊണ്ടാണ് ആട്ടിയോടിച്ചത് PK റോസിയെ. ഫർസാനയുടെ ആ സിനിമയുടെ വിഷ്വൽ ഇവിടെ കാണിച്ചല്ലോ. ഫർസാനയുടെ അമ്മയ്ക്ക് പേരില്ല, ഫർസാനയുടെ അമ്മയ്ക്ക് ജാതിയില്ല ആ സിനിമയിൽ. അത് ചിലപ്പോൾ മേരിയാകാം, ചിലപ്പോൾ ഒരു ആഠ്യ ഹൈന്ദവ നാമവുമാകാം. സ്ത്രീ എന്ന, അമ്മ എന്ന വാക്കിന് ജാതിയും മതവും ഇല്ലല്ലോ ഫർസാന. That was a great guess. Thank you.